കൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷം നിയമസഭാ സമ്മേളനത്തിന് എത്തിയത്. നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ കഴമ്പുള്ള ഒരു വിഷയവും ഉന്നയിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നേരത്തെ തന്നെ പൊലിഞ്ഞുപോയ ഒരു വിവാദത്തിന്റെ ചാപ്പിള്ളയെയും കൊണ്ട് പ്രതിപക്ഷം വന്നത്. അത് നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പ്രതിപക്ഷത്തിന്റെ കല്ലുവെച്ച നുണകൾ ഓരോന്നോരോന്നായി ഇന്ന് സഭയിൽ പൊളിച്ചെടുക്കാനായി പ്രതിപക്ഷ നേതാവിന് പല കാര്യങ്ങളിലും മിണ്ടാട്ടമില്ലാതായി. എങ്ങനെയാണ് കല്ലുവെച്ച നുണകൾ ആസൂത്രിതമായി പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നത് എന്നതിന്റെ ഒന്നാമത്തെ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുകയാൽ അന്വേഷണം വാർത്ത പുറത്തു വന്നതിനെ കുറിച്ച് മാത്രമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ പറയുകയാണ്. പുറത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൊടുത്ത പരാതി അവിടെ വായിക്കുകയുണ്ടായി. പരാതി എന്താണ്? ഇല്ലാത്ത മദ്യനയത്തെക്കുറിച്ച് കിംവദന്തികൾ പ്രചരിപ്പിച്ചും തെറ്റിദ്ധാരണ സൃഷ്ടിച്ചും പണം പിരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് നടപടി സ്വീകരിക്കണം എന്നാണ്. എന്തിനാണ് പ്രതിപക്ഷ നേതാവ് ഈ കള്ളം പറയുന്നത്? ഗൂഢാലോചനയെക്കുറിച്ചാണ് മാത്രമാണ് അന്വേഷണം എന്ന കള്ളം പറയുന്നത് എന്തിനാ? ഇത് അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ടാണോ? പണം പിരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് നടപടി സ്വീകരിക്കണം എന്നാണ് പരാതി. ഞാൻ ഈ വിവാദം ഉയർന്നു വന്ന് അരമണിക്കൂറിനകം DGPക്ക് കൊടുത്ത പരാതിയാണ്. ഒന്ന്. രണ്ട്, ഡ്രൈഡേ ആണല്ലോ ഒരു പ്രധാന വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത്. എല്ലാ കാലത്തും ഉയർത്തിക്കൊണ്ടുവരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷത്തെ മദ്യനയം പ്രഖ്യാപിക്കാൻ ഞാൻ പത്രസമ്മേളനം നടത്തുന്ന ദിവസം രാവിലെ അതുവരെ ഈ വാർത്ത വന്നുകൊണ്ടിരുന്നു. ഡ്രൈഡേ പിൻവലിക്കാൻ പോകുന്നു എന്ന് എല്ലാ കാലത്തും വരാറുണ്ട്. ഞങ്ങൾ ഇന്നേ വരെ പിൻവലിച്ചിട്ടില്ല ഡ്രൈഡേ. ഇപ്പോഴും ഡ്രൈഡേ പിൻവലിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു പ്രാഥമിക ചർച്ച പോലും മന്ത്രിതലത്തിൽ നടത്തിയിട്ടുമില്ല. പക്ഷേ ഡ്രൈഡേ പിൻവലിച്ചവരാരാണ് എന്നിന്ന് സഭയിൽ വ്യക്തമായി. ഒരക്ഷരം പ്രതിപക്ഷ നേതാവ് അതിനെക്കുറിച്ച് മിണ്ടിയോ? അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരക്ഷരം. ആരെ ഡ്രൈഡേ പിൻവലിച്ചത്? അതും ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ. 2014 UDF ആദ്യം 2-3 മദ്യനയം പ്രാപിച്ചു. 14 ഫെബ്രുവരിയിലൊന്ന്, ഓഗസ്റ്റ് 22-നൊന്ന്. ആ ഓഗസ്റ്റ് 22-ന് പ്രഖ്യാപിച്ച മദ്യനയത്തിന്റെ കോപ്പി എന്റെ കൈവശമുണ്ട്. ഞാൻ സഭയിൽ പറഞ്ഞല്ലോ. അതിൽ എല്ലാ ഞായറാഴ്ചയും ഡ്രൈഡേ ആയിരിക്കും എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ വരുമ്പോൾ ഒരു വർഷം 52 ഡ്രൈഡേ. 4 മാസം കഴിഞ്ഞു. ഡിസംബർ 20-ന് ആ ഡ്രൈഡേ പിൻവലിച്ചു. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇല്ലാത്ത ഡ്രൈഡേ പ്രഖ്യാപിക്കുക, 4 മാസം കഴിഞ്ഞ് പിൻവലിക്കുക. അത് ബാർ ഉടമകളെ സമ്മർദ്ദത്തിലാക്കി പിന്നെ വിലപേശി പണം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നടപടിയായിരുന്നില്ലേ? അതുകൊണ്ടല്ലേ പ്രതിപക്ഷ നേതാവ് അതിനെക്കുറിച്ച് മിണ്ടാതിരുന്നത്. ഞങ്ങളാ ചെയ്തത് ശരിയായിരുന്നു എന്ന് അദ്ദേഹം ന്യായീകരിച്ചു. അല്ലെങ്കിൽ തെറ്റായി എന്ന് പറയണ്ടേ? വലിയ വാക്സാമർത്ഥ്യമുള്ള ആളാണല്ലോ. എന്തേ അദ്ദേഹം മിണ്ടാതിരുന്നത്? അപ്പോ 52 ഡ്രൈഡേ പ്രഖ്യാപിച്ച് 4 മാസം കൊണ്ട് പിൻവലിച്ച്, അവരുടെ മനോഭാവം അനുസരിച്ചാണെങ്കിൽ പിൻവലിക്കുന്നതിന് കൊടുക്കേണ്ടത് കൊടുക്കണം എന്നാണല്ലോ പറഞ്ഞത്. കിട്ടേണ്ടത് കിട്ടിയപ്പോ പിൻവലിച്ചതാണോ? ഞങ്ങൾ ഇന്നേവരെ ഡ്രൈഡേ പിൻവലിച്ചിട്ടില്ല. പിൻവലിക്കുന്നതിനെ കുറിച്ച് ചർച്ച നടത്തിയിട്ടില്ല. അപ്പൊ മിണ്ടിയില്ല പ്രതിപക്ഷ നേതാവ് അതിനെക്കുറിച്ച്. ഡ്രൈഡേ ഒഴിവാക്കാൻ മാത്രമായിട്ടാണ് ആ മദ്യനയം 2014 കൊണ്ടുവന്നത്. അവരാണ് ഏത് ഒരു മദ്യനയം പ്രഖ്യാപിച്ച ഡ്രൈഡേ ഒഴിവാക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നവരാണ് ആലോചിക്കുകയേ ചെയ്യാത്തൊരു കാര്യത്തിന്റെ പേരിൽ സർക്കാരിന്റെ നേരെ കുതിര കയറാൻ വരുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നതുകൊണ്ട് എന്ത് കള്ളവും വിലപ്പവും എന്ന് ധരിക്കരുത്. പിന്നെ വേറൊരു കാര്യത്തെക്കുറിച്ച് മിണ്ടിയില്ല. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ ഡ്രൈഡേ എത്രയാ? 1. ഗാന്ധി ജയന്തി മാത്രം. കേരളത്തിൽ എത്രയാ? 18. അവരാണ് കേരളത്തിൽ ഇല്ലാത്ത വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ 18 ഡ്രൈഡേ ഇപ്പോഴും അങ്ങനെ തുടരുകയാണല്ലോ. പിന്നെ ബാർ ഉടമകളെ സഹായിക്കുന്നു എന്നതായിരുന്നു ആരോപണം. ആ ആരോപണത്തിന്റെയും യാഥാർത്ഥ്യം ഇന്ന് പുറത്തു കൊണ്ടുവന്നു. പ്രതിപക്ഷം ആവർത്തിച്ച് പറയുന്ന കള്ളങ്ങൾ പിച്ചി ചീന്താനായിട്ടുണ്ട്. അതുകൊണ്ട് മിണ്ടിയതേയില്ല പ്രതിപക്ഷ നേതാവ് ഒന്നിനെ കുറിച്ച്. എന്താണ്?
എക്സൈസ് കമ്മീഷണറുടെ ശുപാർശ തള്ളിക്കളഞ്ഞ് ബാർ ഉടമകൾക്ക് ലൈസൻസ് ഫീസ് ഇളവ് ചെയ്തു കൊടുത്തത്? 2012 എക്സൈസ് കമ്മീഷണർ, ഞാൻ ആ കത്ത് സഭയിൽ ഹാജരാക്കി, 3 ലക്ഷം വർദ്ധിപ്പിക്കണം, 3 ലക്ഷമായിട്ടല്ല 3 ലക്ഷം വർദ്ധിപ്പിക്കണം ലൈസൻസ് ഫീസ് എന്ന് പറഞ്ഞത് തള്ളിക്കളഞ്ഞ് 2 ലക്ഷം കുറച്ചു കൊടുത്തു, 1 ലക്ഷം മാത്രം വർദ്ധിപ്പിച്ചു. ഞങ്ങൾ ചെയ്തത് എന്താ? ഒന്നാം പിണറായി ഗവൺമെന്റ് 7 ലക്ഷം ലൈസൻസ് ഫീസ് വർദ്ധിപ്പിച്ചു. രണ്ടാം പിണറായി ഗവൺമെന്റ് 3 കൊല്ലമേ ആയിട്ടുള്ളൂ. കഴിഞ്ഞ കൊല്ലം പ്രഖ്യാപിച്ച മദ്യനയത്തിൽ ഒറ്റയടിക്ക് 5 ലക്ഷം കൂട്ടി, 7 5 12 ലക്ഷം. UDF ചെയ്തതോ എക്സൈസ് കമ്മീഷണർ ശുപാർശ ചെയ്തത് തന്നെ ഇളവ് ചെയ്തു കൊടുത്തു. എന്തേ പ്രതിപക്ഷ നേതാവിന് നാവിറങ്ങിപ്പോയോ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ? എന്തേ അദ്ദേഹത്തിന് കഴിയാത്തത്? വെറുതെ ആയിരിക്കില്ലല്ലോ ഇളവ് ചെയ്തു കൊടുത്തിട്ടുണ്ടാവുക. കാരണം അവരാരോപിക്കുന്നത് പോലെയാണെങ്കിൽ അവർ വെറുതെ ക്വിഡ് പ്രോ ക്യോ ഉണ്ട് എന്നാണ് പറയുന്നത്. വെറുതെ ഒന്നും ചെയ്യുന്നവരല്ലല്ലോ അവര്. പിന്നെ പിഴ UDF വെച്ചതിന്റെ ഇരട്ടിയാക്കിയില്ലേ? മിണ്ടിയോ പ്രതിപക്ഷ നേതാവ്? നന്നായി, നിങ്ങൾ പിഴ ഇരട്ടിയാക്കിയത് നന്നായി എന്ന് അഭിനന്ദിച്ചോ? ഇനി ലൈസൻസ് റദ്ദാക്കി ബാർ ഉടമകളെ സഹായിക്കുന്നു എന്ന് പറയുന്നവർ മനസ്സിലാക്കണം, ഇവർ 5 കൊല്ലം കൊണ്ട് 5 ലൈസൻസാണ് സസ്പെൻഡ് ചെയ്തത്. 5 ലൈസൻസ്. ഞങ്ങൾ കഴിഞ്ഞ 3 മാസം കൊണ്ട് 5 ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ഇപ്പോ ഈ വിവാദമൊക്കെ ഉണ്ടായ കാലത്ത് ഇവിടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാണ്. കഴിഞ്ഞ ഈ ഗവൺമെന്റ്, രണ്ടാം പിണറായി ഗവൺമെന്റ് 3 കൊല്ലം കൊണ്ട് 87 ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. 5 കൊല്ലം കൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ ഗവൺമെന്റ് അന്ന് സസ്പെൻഡ് ചെയ്തത് 5. ഞങ്ങള് 3 കൊല്ലം കൊണ്ട് സസ്പെൻഡ് ചെയ്തത് 87 ലൈസൻസ്. ആരാ ബാർ ഉടമകളെ സഹായിക്കുന്നതെന്ന് അറിയാൻ കൂടുതൽ കണക്ക് വല്ലതും വേണോ? എന്റെ നടപടിയെടുക്കാതിരുന്നത്, എന്റെ അവർക്ക് നടപടിയെടുക്കാൻ കഴിയാതിരുന്നതും, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് നടപടിയെടുക്കാൻ ധൈര്യമുണ്ടാവുന്നതും? UDF-നും പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിക്കും ബാർ ഉടമകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടിയിരുന്നു. ഞങ്ങൾക്കത് വഴങ്ങേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് അവർ സസ്പെൻഡ് ചെയ്തതിന്റെ 17 ഇരട്ടി ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു. പ്രതിപക്ഷ നേതാവെന്ന് പറയട്ടെ, സഭയിൽ പറഞ്ഞില്ല, സഭയിൽ നിന്ന് രക്ഷപ്പെട്ടു. നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു. ഈ ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം മറുപടി അറിയോ? എന്തേ മൗനം പാലിച്ചത്? ഈ 2 ലൈസൻസ് ഞങ്ങൾ റദ്ദാക്കി. UDF സർക്കാരിന്റെ കാലത്ത് റദ്ദാക്കിയിട്ടുണ്ടോ? പിന്നെ പ്രതിപക്ഷ നേതാവിന്റെ വേറൊരു ആരോപണം ഇന്ന് സന്തോഷത്തോടെ വിഴുങ്ങി. നല്ല ചേലുണ്ടായിരുന്നു ആ വിഴുങ്ങൽ കാണാൻ. അദ്ദേഹം നിരന്തരം ഉന്നയിച്ച ആരോപണം എന്താണ്? TOT പിരിക്കുന്നില്ല, ബാർ ഉടമകളെ സഹായിക്കുന്നു എന്നതാണ്. TOT പിരിക്കാൻ സ്വീകരിച്ച നടപടികൾ എണ്ണി വിശദീകരിച്ചപ്പോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താ? സന്തോഷം എന്നാണ്. മാസങ്ങളായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കള്ളം പൊളിഞ്ഞപ്പോ അസാമാന്യമായിട്ടുള്ള ഒരു ജാള്യവുമില്ലാതെ അത് സന്തോഷത്തോടെ വിഴുങ്ങണമെങ്കിൽ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. അതിനെ ഞാൻ നമിക്കുന്നു. ആ ജാള്യമില്ലാതെ സന്തോഷത്തോടെ വിഴുങ്ങാനുള്ള ശേഷിയുണ്ടല്ലോ, അതിനെ ഞാൻ നമിക്കുന്നു. എന്തൊക്കെയാണ് ഞങ്ങൾ സ്വീകരിച്ച നടപടി? TOT മാർച്ചിൽ മാത്രം, ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിൽ 3.05 കോടിയുടെ TOT തട്ടിപ്പ് പിടിച്ചു. ഇളവോ സഹായമോ അല്ല കൊടുത്തത്. ഈ കഴിഞ്ഞ ബജറ്റിൽ മറ്റെല്ലാവർക്കും നികുതി കുടിശ്ശിക ഒറ്റത്തവണ ഇളവോടുകൂടി തീർപ്പാക്കാനുള്ള ആംനസ്റ്റി സ്കീം പ്രഖ്യാപിച്ചപ്പോ ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു, ബാർ ഉടമകൾക്ക് മാത്രം ആംനസ്റ്റി ഇല്ല, ഇളവോട് ഒറ്റത്തവണ തീർപ്പാക്കലില്ല. അത് അസാമാന്യമായിട്ടുള്ള ചങ്കൂറ്റവും ധൈര്യമുള്ളൊരു ഗവൺമെന്റിനല്ലേ കഴിയൂ. എന്നിട്ടാണ് ഞങ്ങൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്, പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിക്കുന്നത്. കുടിശ്ശികക്കാർക്കെതിരെ ജപ്തി നടപടി സ്വീകരിച്ചു. നികുതി അടയ്ക്കാത്ത 16 ബാറുകളുടെ GST രജിസ്ട്രേഷൻ റദ്ദാക്കി. പ്രതിപക്ഷ നേതാവിനെന്തേ ആ സമയത്ത് കേൾവി ശേഷി നഷ്ടപ്പെട്ടു? മിണ്ടിയില്ലല്ലോ അദ്ദേഹം. ഒന്നുകിൽ നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന് പറയണം, അല്ലെങ്കിൽ നന്നായി എന്ന് പറയണം. ബാർ സമയം UDF-നേക്കാൾ കുറച്ചു. ഞാനവിടെ പറഞ്ഞു 12.5 മണിക്കൂറായിരുന്നു ബാറിന്റെ സമയം, 12 മണിക്കൂറാക്കി ഞങ്ങളെ കുറച്ച്. ആരാ സഹായിച്ചത്? ബാർ ഉടമകളെ UDF ആണോ LDF ആണോ? ജനം തീരുമാനിക്കട്ടെ. അതാ ഞാൻ പറഞ്ഞത്, പച്ചക്കള്ളങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു വിവാദം 48 മണിക്കൂർ കൊണ്ട് ആയുസൊടുങ്ങിയതാണ്. പ്രതിപക്ഷം ആ ചാപ്പിള്ളയെയും കൊണ്ട് വന്നു. ഇന്ന്
ഞങ്ങൾക്ക് ഈ വസ്തുതകൾ ഒരിക്കൽ കൂടി സഭയിലും ജനങ്ങളുടെ മുമ്പിലും പറയാൻ അവസരമുണ്ടാക്കി തന്നതിന് പ്രതിപക്ഷത്തോടുള്ള അതിയായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇനി ചോദ്യങ്ങളാവാം. ഒരു കാര്യം കൂടി പറയാം. ടൂറിസത്തെ കുറിച്ചാണ് പിന്നെ വലിയ ആക്ഷേപം പറഞ്ഞത്. ടൂറിസത്തെക്കുറിച്ച് ടൂറിസം മന്ത്രിയാണോ എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? ടൂറിസവും മദ്യ വ്യവസായവും തമ്മിൽ എക്കാലത്തും ബന്ധമുണ്ടെന്ന് ഞാൻ സഭയിൽ വിശദീകരിച്ചു. ടൂറിസം സെക്രട്ടറിയെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ UDF ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയതിന്റെ രേഖയും അവിടെ വായിച്ചു. ഇത് ഈ അബ്കാരി ചട്ടങ്ങളിൽ തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് ബാർ ലൈസൻസ് അനുവദിക്കുന്നത്. ബാർ ലൈസൻസ് അനുവദിക്കുന്നത് സ്റ്റാർ പദവിയുടെ അടിസ്ഥാനത്തിൽ ആണ്. സ്റ്റാർ പദവി ആരാ നിശ്ചയിക്കുന്നത്? ടൂറിസം വകുപ്പ്. ഇവിടുത്തെ അല്ല കേട്ടോ, കേന്ദ്ര ടൂറിസം വകുപ്പാണ്. ആ സ്റ്റാർ പദവിയുടെയും എക്സൈസ് നടത്തുന്ന പരിശോധനകളുടെയും അടിസ്ഥാനത്തിലാണ് ബാറുകൾക്ക് ലൈസൻസ് അനുവദിക്കുന്നത്. ഇനി ശ്രദ്ധിച്ചു കേൾക്കണം. വിദേശ മദ്യ ചട്ടത്തിൽ പറയുന്ന കാര്യമാണ്. ചട്ടം 13(3) പറയുന്നത് ലൈസൻസ് ഇൻ ദിസ് ഫോം മേ ബി ഇഷ്യൂഡ് ബൈ എക്സൈസ് കമ്മീഷണർ അണ്ടർ ഓർഡേഴ്സ് ഓഫ് ഗവൺമെന്റ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ടൂറിസം പ്രൊമോഷൻ. ടൂറിസം പ്രൊമോഷന് വേണ്ടിയാണ് ബാർ ലൈസൻസ് കൊടുക്കുന്നത് എന്ന് ചട്ടത്തിൽ തന്നെ പറയാണ്. അപ്പോഴാണ് ടൂറിസത്തിന് എന്ത് കാര്യം എന്നൊക്കെ ചോദിക്കുന്നത്. ഏതാ? അല്ല, അത് സാങ്കല്പിക കാര്യം പറയാൻ. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കും. ഞങ്ങൾ ചർച്ച 12-ാം തീയതി തുടങ്ങുകയാണ്. 12-ാം തീയതിയെ തുടങ്ങാൻ പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകമാണ് എഴുതിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഈ ജൂൺ 12-ന് ചർച്ച ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ആദ്യത്തെ ചർച്ച 12-ന് വെച്ചിരിക്കുക. അല്ല, അതെല്ലാ കാലത്തും വന്നിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെല്ലാം വാർത്ത കൊടുത്ത കാര്യം. കഴിഞ്ഞ തവണ ഈ എക്സൈസ് നയം പ്രഖ്യാപിക്കാൻ ഞാൻ പത്രസമ്മേളനം നടത്താനിരിക്കുകയാണ്. അപ്പോ വാർത്ത വരുന്നു ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് പലരും വിളിക്കുകയാണ്. ഡ്രൈഡേ എടുത്ത് എക്സൈസ് നയം അല്പസമയത്തിനകം പ്രഖ്യാപിക്കും, ഡ്രൈഡേ എടുത്തു കളഞ്ഞു. എല്ലാ കാലത്തും ഇത് പറഞ്ഞിട്ടില്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഇവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പുതിയ ആവശ്യമില്ല. എത്രയോ കാലം UDF സർക്കാരിന്റെ കാലത്ത് ആവശ്യം പറയുന്നുണ്ടല്ലോ. അവരതിനെ പറ്റി പഠിക്കാൻ കമ്മിറ്റി വെച്ചതാണല്ലോ. അതിലെന്താ പുതുമ? ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, എക്സൈസ് നയം ടൂറിസം ഡയറക്ടർക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറ്റുന്ന ഒന്നല്ല. കഴിഞ്ഞ വർഷം തീരുമാനിച്ചത് എക്സൈസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയിട്ടാണ്. ഇപ്പോ നിങ്ങളോട് പറയാവുന്ന കാര്യമാണല്ലോ. ഞങ്ങളെങ്ങനെ നയം രൂപീകരിക്കുന്നത്? സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ചർച്ച ചെയ്യും. അവരുടെ എല്ലാം അഭിപ്രായങ്ങൾ അറിയും. ആ അഭിപ്രായങ്ങൾ അറിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കരട് നയം വിവിധ വകുപ്പുകളുടെ അഭിപ്രായം എടുക്കും. IT, വ്യവസായം, ടൂറിസം, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എടുക്കും. ഫിനാൻസ്, ഒരു വകുപ്പല്ല, അനേകം വകുപ്പുകളുടെ അഭിപ്രായങ്ങൾ ഇതിൽ ആവശ്യമാണ്. ഞാൻ പറഞ്ഞോട്ടെ, ഇതൊന്ന് തീർന്നോ. ആ അഭിപ്രായം എടുത്ത് കരട് നയം തയ്യാറാക്കും. കരട് നയം സ്വാഭാവികമായും CPIM ചർച്ച ചെയ്യും, LDF ചർച്ച ചെയ്യും, പിന്നെ ക്യാബിനറ്റും ചർച്ച ചെയ്താൽ ഇത്രയും ഘട്ടങ്ങളുണ്ട്. അതിന്റെ ആദ്യത്തെ ആലോചന 12-ാം തീയതി നടത്താൻ പോകുന്നേ ഉള്ളൂ. അപ്പോഴേക്കും വിവാദം വന്നു. അത് ഞാൻ പറയാം.